വേനൽക്കാലത്ത് എങ്ങും മാമ്പഴം നിറഞ്ഞു നിൽക്കും. ആരോഗ്യ സംരക്ഷണത്തിന് മാങ്ങ കഴിച്ചു തുടങ്ങാം. ഇന്ന് പച്ചമാങ്ങയാവട്ടെ വിഷയം. പഴുത്ത മാങ്ങയേക്കാൾ ഒരുപക്ഷെ ഗുണം പച്ചമാങ്ങ കഴിക്കുന്നതിലൂടെ ആയിരിക്കും. പ്രമേഹ രോഗികൾക്ക് പച്ചമാങ്ങ വളരെ നല്ലതാണ്. ആവശ്യത്തിലധികം കഴിച്ചാൽ ദോഷവുമാണ്. മാമ്പഴത്തിലെ നാരുകൾ മൊത്തത്തിലുള്ള പഞ്ചസാരയുടെ ആഘാതം കുറയ്ക്കും. തൊണ്ടവേദന, ദഹനക്കേട്, അതിസാരം എന്നിവയെ പ്രതിരോധിക്കാൻ പച്ചമാങ്ങയ്ക്ക് കഴിയുമെന്ന് പറയുന്നു. ഇന്ന് നമുക്ക് പച്ചമാങ്ങ വെച്ച് ഒരു രസമുണ്ടാക്കാം. അതിനായി ഇടത്തരം പുളിയുള്ള ഒരു മാങ്ങ തൊലി ചെത്തി ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം എരിവിനായി. അരച്ചെടുത്ത ഈ മിശ്രിതം ആവശ്യത്തിന് വെള്ളത്തിൽ കലക്കി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ അനുവദിക്കുക. മഞ്ഞൾ ഇടണമെന്നില്ല. പുളി ഉള്ളതുകൊണ്ട് പ്രത്യേകം പുളി പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യവുമില്ല. ഇതിലേക്ക് കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മല്ലി ചേർക്കാം. ഉലുവ വറുത്ത് ഉലുവയും ചേർത്ത് പൊടിക്കാം. ഞാൻ ഉലുവ വറുത്തിടുകയാണ് ചെയ്തത്. രണ്ടായാലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കുക. പച്ചമാങ്ങ കഴിക്കുമ്പോൾ അതിൻ്റെ ചുണ കളഞ്ഞ് വേണം കഴിക്കാൻ. വേനൽക്കാലത്തുണ്ടാകുന്ന അമിത വിയർപ്പ്, ക്ഷീണം എന്നിവ അകറ്റാൻ നല്ലതാണ്. ഗർഭിണികൾക്കുണ്ടാകുന്ന ഓക്കാനം കുറയ്ക്കാൻ പച്ചമാങ്ങ നല്ലതാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. രക്തക്കുറവ് പരിഹരിക്കാനും നല്ലതാണ്. അടുപ്പിൽ വെച്ച ഈ പച്ചമാങ്ങ രസം തിളയ്ക്കാൻ തുടങ്ങിയാൽ അതിലേക്ക് കറിവേപ്പില, ഒരു പച്ചമുളക് ഇട്ട് ഒന്നും കൂടെ ചൂടാവാൻ അനുവദിക്കുക. അതിലേക്ക് മല്ലിയില ഇട്ട് തീ ഓഫ് ചെയ്യുക. ഒന്നാം തരം രസം തയ്യാർ. പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താനും മോണയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും പച്ചമാങ്ങ കഴിക്കുന്നതിന് നല്ലതാണ്. രുചി വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും നല്ലതാണ്. പച്ചമാങ്ങ കഴിക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്കും തലയോട്ടിയുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. ഈ വേനൽക്കാലത്തെ ഒരു നല്ല വിഭവമായിട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുമല്ലോ. എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യൂ.